നാടൻ രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് പീച്ചിങ്ങ ഉണക്കമാന്തൽ ചേർത്ത് വറ്റിച്ചെടുക്കാം. പീച്ചിങ്ങ തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കാം. പീച്ചിങ്ങ മൂക്കാത്തതായതിനാൽ അതിൻ്റെ ഉള്ളിലെ ചോറ് കളയാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. ചെറിയ ഉള്ളി ഏകദേശം 100 ഗ്രാം എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞ് കഴുകി ചതച്ചെടുത്തിട്ടുണ്ട്. 5-6 വലിയ വെളുത്തുള്ളി ചതച്ചെടുക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയിട്ടുണ്ട്. കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ്. 100 ഗ്രാം മാന്തള കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ചതച്ചു വെച്ച ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ വഴറ്റി മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് ചതച്ചു വെച്ച വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ കൂടി ചേർത്ത് യോജിപ്പിക്കാം. പച്ചമുളക് ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി 1.5 സ്പൂൺ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് മുളക് പൊടി മൂത്ത് കഴിഞ്ഞാൽ കഴുകി വെച്ചിരിക്കുന്ന മാന്തൽ ചേർത്ത് യോജിപ്പിക്കാം. ഈ കൂട്ടിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന പീച്ചിങ്ങ ഏകദേശം 300 ഗ്രാം എടുത്തിട്ടുണ്ട്. ചെറുതായി അരിഞ്ഞെടുത്തത് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. പീച്ചിങ്ങ വെള്ളമൊഴിക്കാതെ തന്നെ വേവിച്ചെടുക്കാം. മാന്തലിൽ ഉണക്കമാന്തലിൽ ഉപ്പുള്ളത് കൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പീച്ചിങ്ങ വെന്തിട്ടുണ്ട്. നമുക്കത് വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പീച്ചിങ്ങ മാന്തൽ ചേർത്ത് വറ്റിച്ചത് റെഡിയാകും. ഇനി അല്പം തൈര് സാദം ഉണ്ടാക്കാം. ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് എന്നിവ ചേർത്ത് യോജിപ്പിക്കാം. അതിലേക്ക് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് 1/2 സ്പൂൺ കായം പൊടി ചേർത്ത് അതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് ഉടയ്ക്കാം. ആവശ്യത്തിന് തൈരൊഴിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ തൈര് സാദം റെഡിയാണ്. മാന്തൽ പീച്ചിങ്ങ ചേർത്ത് വറ്റിച്ചതും തൈര് സാദവും നല്ല കോമ്പിനേഷനാണ്.